കറക്റ്റ് സമയത്ത് തന്നെ തേങ്ങാപ്പല വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നടന്നിരിക്കണം. നടക്കും. നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമല്ല, ഉദ്ഘാടനം നടക്കുന്ന കാര്യമാ പറഞ്ഞത്. നിഷേ, ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എല്ലാം കൂടുതലുള്ള ആളല്ലേ. ചിമ്മിനി ഒന്ന് വിളിക്കേ. Hi everybody. Hello Nisha. Hello Jiminy. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. പറയടി, എന്താ നീ ലേറ്റ് ആയി? രാവിലെ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കിയതാ. എന്നിട്ട് അതിലിത്തിരി ഉപ്പ് കൊടുത്ത് അപ്പ തുടങ്ങി ഇടിയാ. ആരെ? എന്നെ? അല്ല, ഞാൻ ചേട്ടനെ കൊടുത്തില്ല. ഞാൻ കുനിച്ചു നിർത്തി ലാഭിക്കിട്ട് 4 എണ്ണം. എന്നോടാ കളി. അമ്മേ, എനിക്ക് നിങ്ങൾ സ്ത്രീകളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിൽ അടിമകളെ പോലെ പണിയെടുക്കേണ്ടവരല്ല. സത്യം പ്രണാലിനി, പുരുഷന്മാർ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ചിന്തകളെയും കടിഞ്ഞാനിട്ട് വലിച്ചു കൊടുക്കുന്നു. നടേശി, കൊല്ലണ്ട. അതെ, അത് തന്നെയാ ഞാൻ പറയുന്നത്. പുരുഷന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ലൈസോൾ ഇട്ട് തുടച്ചു നീക്കണം. ഹലോ, എന്താ? ഫിഷ് ഫ്രൈയോ? ഫിഷ് കറി ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്? അയ്യോ ഏട്ടാ, ഏട്ടാ എന്നല്ല, ഫിഷ് ഫ്രൈ ഉണ്ടാക്കാത്ത എന്താണ്? കൊടുത്തു ഞാൻ ഫിഷ് ഫ്രൈ. അങ്ങനെ തന്നെ വേണം. അല്ല മൃദു, നമ്മളെല്ലാരും വന്നിട്ട് എത്ര നേരായി? എന്നിട്ട് എളുപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഇറങ്ങാൻ മുങ്ങിയോ? അവളെങ്ങാനും മുങ്ങിയ തേങ്ങാപ്പലയുടെ കൈക്കരുത്തവളറി. എത്തിയിട്ടില്ല, ഫ്ലവർ വേസ് എത്തിയിട്ടില്ല. ഹായ് ഹായ്, എന്തായി കേക്കണേ? ഇല്ല, മുടിഞ്ഞു. ശിവ ശിവ. സോറി, അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. നിന്റെ പേര് എൽ പി തങ്കമ്മന്നല്ലേ? അല്ലാതെ ലളിതാംബിക അന്തർജനൊന്നും അല്ലല്ലോ. LLP എവിടെ പോയിട്ട് ഇപ്പോ? നീയല്ലേ ഏറ്റത്? എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, ഏറ്റവും സമ്മതിച്ചിട്ടില്ല. ഒറ്റടി വന്നിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താന്ന് അറിയില്ല ചേച്ചിയെ. 10 ആള് കൂടുന്ന സ്ഥലത്ത് നമ്മൊരു ഭാഷയെ വരുള്ളൂ. ഉവ്വ്, ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞത് എന്തവളെ. അപ്പൊ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ പെണ്ണുങ്ങള് എല്ലാം കൂടി മീറ്റിംഗ് കൂടിയാല് അവിടെ കച്ചറ പിച്ചറ കുറ്റിച്ചറ മാനാഞ്ചറ ആയിട്ട് എല്ലാം കൂടെ എന്റെ ടീപ്പോന്റെ പുറത്തൂടെ വീടും അവർ പൊട്ട്. പിന്നെ എന്റെ അപ്പം വാങ്ങി തരാൻ ടീപ്പോന്ന് ചോദിച്ചു. ഇതിലും നേരം നിങ്ങൾ നമ്മളുടെ ഭാഷ തന്നെയായിരുന്നു. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? അവരെത്താൻ ലേറ്റ് ആയെന്ന് പറഞ്ഞു. നമ്മളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആര്? മൈക്കിട്ടില്ല, പിന്നെ എങ്ങനെ തുടങ്ങും? ആരും വിഷമിക്കണ്ട, മൈക്ക് സെറ്റുകാരൻ ഇപ്പൊ എത്തും. എൽപി ഒന്ന് പോയി നോക്കിയേ. ആരാ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? എന്താ ചെവി കേൾക്കില്ലേ? സ്ത്രീകൾ മാത്രമല്ല താമസിക്കുന്ന ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? എന്ത് ഭംഗി ഇയാളെ കാണാൻ. ചേരാവിനെ പോലെ ഉണ്ട്. മീശ പോലും
മുടക്കിട്ടില്ല. ഇതൊക്കെ വല്ല സിനിമയിൽ കയറിക്കൂടെ? പറഞ്ഞോ 2255 എന്നാണ് എപ്പോഴും ഫോൺ നമ്പർ. അല്ല ഒന്നുമില്ല, ഞാൻ ലൈഫ് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കണ്ടേ? കൊടുത്തു. അല്ല എന്റെ ഇവിടെ മറന്നുപോയി. ഇല്ല കിട്ടി. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. കൂളിംഗ് ഗ്ലാസ് വെച്ച ടീപ്പോക്കാരൻ എന്തൊരു മൊഞ്ചാണ്. ദുൽഖർ സൽമാനെ പോലുണ്ട്. അയ്യോ ചേച്ചിയാണ് 2 പിള്ളേരുടെ അച്ഛനാ. അതിനെന്താ? അതെ, അതിനെന്താ? ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോഴാ നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ പിടിച്ച് കിണറ്റ് തരാൻ തോന്നുന്നേ. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വീണത് പോലെ പൊക്കൂ, അധികം നിൽക്കണ്ട. നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടോ? പിന്നൊന്നുമില്ല. ഇല്ല. നീയൊക്കെ ഇങ്ങനെ വായി നോക്കി നിന്നോ? ചിന്നി, നീ സാധപ്രസം വെച്ചോ? അതൊക്കെ ഈ കല്ലാസിലുണ്ട്. കണ്ണാസ കാണാതെ പറയണം. ഡെയിലി കാണാതെ പറയാനോ? ഇനി സ്വാഗതം പറയാനായി ശ്രീമതി ചിമ്മിനിയെ ക്ഷണിച്ചു കൊള്ളുന്നു. അതെന്താ സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന അധ്യക്ഷ, മറ്റത്ത് നിൽക്കുന്ന അധ്യക്ഷ, മറ്റു വിവിധ തത്വങ്ങളെ ഭാവിട്ട് പോയതാ. കണ്ടിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തിന്റെ തിരുത്തങ്ങളാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസവിക്കാൻ വിളിക്കുന്നു. അയ്യോ, എനിക്കതൊന്നും പറ്റത്തില്ല. ഞാൻ ഓൾറെഡി കണ്ട് തെറ്റതാ. അതല്ല, പ്രസംഗിക്കാനാ വിളിച്ചത്. അയ്യോ, എനിക്ക് അതും പറ്റത്തില്ല. അധ്യക്ഷ പ്രസംഗിക്കാൻ വിളിക്കുന്നു. നിക്ക്. എല്ലാവർക്കും നമസ്കാരം. പ്രതിക്രിയാവാദികളും പ്രതികരണവാദികളും പ്രത്യക്ഷത്തിൽ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഈ പെണ്ണുമ്പിള്ള എന്തൊക്കെയാ വിളിച്ചു പറയണേ? നിഷേ, പാർട്ടി ക്ലാസ് അല്ല, നീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകളൊന്നും മര്യാദയ്ക്ക് വായിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാത്തത്. ബാക്കി പറ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. അയ്യോ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയോ? എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. ആരും വിമാനം തട്ടിക്കൊണ്ടുപോയത് അത് സ്ത്രീത്വത്തിന് എതിരാണ്. ഹലോ, ദേ ഗസ്റ്റ് വരാൻ വൈകുന്നു. കുറച്ച് വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിച്ചോന്ന്. ഇനി വലിച്ചോ ഞാൻ പൊട്ടിപ്പോവും. കുറച്ച് സ്കായെ പറ്റി പറഞ്ഞോ. ഈ സ്കായിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര ചാടകളാണ്. നമ്മളൊന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല. ഒരു പരിപാടിക്ക് വേണ്ടി ഒന്ന് വിളിച്ചാലോ എന്തൊരു ചാട, ഒന്ന് മൈൻഡ് പോലും ചെയ്യത്തില്ല. അത് മാത്രമല്ലെന്നേ, ഈ സ്കായിലുള്ള പെണ്ണുങ്ങൾക്കൊന്നും അവര് പ്രോത്സാഹനം കൊടുക്കുന്നില്ല, ബൂസ്റ്റ് കൊടുക്കുന്നില്ല. പിന്നെ ഈ ഇടയ്ക്കാണെങ്കിൽ ഒരു മലയാള സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചായിരുന്നേ. അതിനകത്ത് ഒരു പ്രഥമ നടൻ
സ്ത്രീകളെ ധ്വംസിക്കുന്നവരെ സംസാരിക്കുന്നുണ്ട്. പേര് പറ. എന്റെ പേര് മൃണാലിനി. നിന്റെ പേരല്ല, ധ്വംസിച്ച സിനിമയുടെ പേര് പറ. ആ അതേതാണ്ട് കശുവിശാന്നൊക്കെയാ, എനിക്കും അറിയത്തില്ല. ഇനി ചിമ്മിനിയെ ഒരു പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുകയാണ്. മതി. അടുത്തതായി ചിമ്മിനിയുടെ ഒരു തനി നാടൻ പാട്ട്. ആഹാ, ഞാൻ ഫോറിൻ പാട്ടാ പാടുന്നത്. നിങ്ങൾ പാടുമ്പോൾ അത് തനി നാടനായിക്കോളും. നന്നായി, ഇല്ലെങ്കിൽ കണ്ണം കരിഞ്ഞു പോയാനെ. കൗൺസിലർ കൗൺസിലിംഗ് ചെയ്യാൻ വന്നോ? നമസ്കാരം. ഞാൻ അല്പം താമസിച്ചു പോയി. ഇതെന്താ വീണ് നടക്കുന്നത്? ഞാൻ JCB വിളിക്കാം. അന്ന് പിന്നെ അവിടെ കിടക്കട്ടെ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി 2 വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ 2 തട്ടിൽ കാണരുത്. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കാൻ. എന്ത് നല്ലൊരു മനുഷ്യനല്ലേടി. ശരിയാ. എന്തായി? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്തോട്ട് ജോലി കഴിക്കും, എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരല്ലേ? ഞാൻ അങ്ങോട്ട് വാരണ്ടി കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. ആണുങ്ങളോട് നീ കളിക്കരുത്. ആണുങ്ങൾ നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ചെപ്പപ്പടി ഞാൻ പഠിക്കുന്നുണ്ട്. ഫോൺ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു ഇരയെ കിട്ടുമെന്ന് വിചാരിച്ചില്ല.